ഇന്ന് ഞാൻ കടയിൽ വീട്ടിൽ മലക്കറി ഐറ്റങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മലക്കറി മേടിക്കാൻ വേണ്ടി പോയതാണ്. നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ കാണുമ്പം വീഡിയോ കണ്ടങ്ങ് പോവാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് പോണം. അപ്പോഴേ എനിക്കൊരു സന്തോഷമാവും, കാണുന്ന നിങ്ങൾക്കും. ഞാൻ കുറേ മലക്കറി മേടിക്കാനാണ് പോണത്. നമ്മൾ കടയിൽ നിന്ന് മലക്കറി കടയിൽ പോയിട്ട് നമ്മളിപ്പം മലക്കറി 100 രൂപയ്ക്ക് മലക്കറി വീട്ടിലെ ആവശ്യത്തിന് 100 രൂപയ്ക്കായാലും നമ്മൾ 200 രൂപയ്ക്കായാലും മലക്കറി അവിയലിനും സാമ്പാറിനും മേടിക്കുമ്പം കുറേ അമര, വെണ്ട, പടവള, പിന്നെ ഒരു തടിയങ്ക ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമുക്ക് കൂടുതലും കടയിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പം ചേനയൊക്കെ അപൂർവമായിട്ടേ കിട്ടത്തുള്ളൂ. ചിലയിടത്തൊന്നും ചേനയെ കിട്ടുന്നില്ല. മത്തങ്ങയൊക്കെ കിട്ടും, പക്ഷേ ഒരു ശകലം. അപ്പോഴത്തേക്ക് ഞാൻ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. എല്ലാം ഓരോന്ന് എടുത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വിലയിട്ട് മേടിക്കാൻ വേണ്ടി ഞാൻ മത്ത, വഴുതനങ്ങ, വെണ്ട, അമര, പിന്നെ പച്ചക്ക, കാബേജ് എല്ലാം ഒറ്റയായിട്ടാണ് എല്ലാം എടുത്തത്. വെള്ളരി ഇതെല്ലാം പ്രത്യേകം എടുത്തു. പക്ഷേ നമ്മൾ എടുത്തു വന്ന ഇത് പടവള എല്ലാം എടുത്തു വരുമ്പോഴത്തേക്ക് ഇതിന് 100 രൂപ പോലും ആയില്ല. ഞാൻ എല്ലാം തക്കാളി ഉൾപ്പെടെ എടുത്തപ്പോഴത്തേക്കാണ് 100 രൂപ തികഞ്ഞത്. കാരണം എല്ലാം തൂക്കി ഇത്രയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് എല്ലാം നല്ല ഫ്രഷ് സാധനമാണ്. ഞാൻ രാമേന്ദ്രയിൽ പോയാണ് വാങ്ങിച്ചത്. ഇത് വഴുതനങ്ങ എല്ലാം നമ്മൾ ഇത്രയും തന്നെ എടുത്തതിന് എൻ്റെ വില എന്താണെന്ന് മനസ്സിലായില്ല. ഇതൊക്കെ എടുത്താൽ 15-18 രൂപയൊക്കെ ഉള്ളൂ ഇങ്ങനെ എടുക്കുന്നത്. തക്കാളി അല്ല കടയിൽ പോയി മേടിക്കുന്നതിനേക്കായി നല്ല ഫ്രഷ് ഇങ്ങനെ എടുക്കുന്നത് തന്നെയാണ്. അല്ലെങ്കിൽ കുറേ വെട്ടിക്കൂട്ടി നമുക്ക് തരും, ആവശ്യമുള്ള. എനിക്കാണെങ്കിൽ അതെല്ലാം കാണാൻ പോരിതാണ്. അതിനേക്കായി നല്ലത് ഇങ്ങനെയല്ലേ ഞാൻ എടുക്കുന്ന. കറിവേപ്പില, പിന്നെ വെള്ളരി, മത്ത, അമരയും വെണ്ടയൊക്കെ പ്രത്യേകം എടുക്കുന്നത്. എനിക്ക് വിഴുക്ക് വരട്ടാൻ ഭയങ്കര ഇഷ്ടം. ഇടുന്നതിനേക്കായി എനിക്കിഷ്ടം വെണ്ടയും അമരയും കൂടി ഇട്ട് വിഴുക്ക് വരട്ടാൻ വേണ്ടിയാണ്. ഇന്നത്തെ ഞങ്ങളുടെ ഊണ് സാമ്പാറും മലക്കറി അവിയലെല്ലാം കൂടി കൂട്ടിയാണ് ഒരു